ഹായ് ഫ്രണ്ട്സ്, ടൂറിട്ട് പോവാം. ടൈറ്റിൽസ് മനസ്സിലായില്ല ഫ്രണ്ട്സ്? നമുക്ക് നോക്കാം. നമുക്ക് ജിമ്മിൻ്റെ സ്റ്റോറിലേക്ക് പോവാം. അതെ, ഒരു ഹോസ്പിറ്റൽ, നമുക്ക് ഹോസ്പിറ്റലിൽ നോക്കാം. അങ്ങനെ ഹോസ്പിറ്റലിൽ ഒരു ഗേൾ ഉണ്ടായിരുന്നു. ആ ഗേൾ ഇങ്ങനെ കരയായിരുന്നു. അതുകൊണ്ട് ആ ഗേൾക്ക് ഒരു ഗേൾ ബേബി ജനിച്ചിരുന്നു. ക്യൂട്ടായിട്ട് ഒരു ഗേൾ ബേബി ജനിച്ചു. അങ്ങനെയായിട്ട് അതെ, ഗേൾ ബേബി ജനിച്ചിരുന്നു. ഡോക്ടർ അങ്ങനെയായിട്ട് ആ കുട്ടി അവിടേക്ക് ഇതായി. അതെ, ജിമ്മിന് വന്നിട്ടുണ്ട്. എന്ത് പറ്റിയ എൻ്റെ വൈഫൊക്കെ സോറിപ്പാ, എൻ്റെ വൈഫ് രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ജിമ്മിനിക്ക് ഒരുപാട് സാഡായിരുന്നു. ഇപ്പം എന്താ ചെയ്യുന്ന അറിയില്ല. ജിമ്മിക്ക് ഒരുപാട് കഷ്ടമായിരുന്നു ജിമ്മിൻ്റെ വൈഫ്. അതെ, ജിമ്മിൻ പറഞ്ഞു കോളേജ് പഠിച്ചുകൊണ്ടായിരുന്നു. ജിമ്മിൻ്റെ ജൂനിയർ ആയിരുന്നു ജിമ്മിൻ്റെ വൈഫ് റോസ്. ജിമ്മിക്ക് ഒരുപാട് സാഡായിരുന്നു. അങ്ങനെ ജിമ്മിൻ്റെ വൈഫ് പോയെന്ന് ജിമ്മിന് ഭയങ്കര കരയായിരുന്നു. അത് അച്ഛനമ്മ സമാധാനമാക്കായിരുന്നു. ജിമ്മിൻ സാരമില്ലടാ എന്ന് പറഞ്ഞ് അവൻ ആ ബേബീനെ ജിമ്മിൻ നന്നായിട്ട് കെയറിങ് ചെയ്യുന്ന കൊടുക്കുകയായിരുന്നു. കെയറിങ് നന്നായിട്ട് ചെയ്യുമായിരുന്നു. ജിമ്മിന് പറഞ്ഞ ഒരു കോളേജ് പ്രൊഫസറായിരുന്നു. അങ്ങനെ ജിമ്മിനിക്ക് ഭയങ്കര സാഡായിരുന്നു. അങ്ങനെ ആ ബേബീനെ ജിമ്മിൻ നന്നായിട്ട് നന്നായിട്ട് കെയറിങ് ചെയ്ത് തുടങ്ങിയായിരുന്നു. അങ്ങനെ ജിമ്മിനിക്ക് അതെ അങ്ങനെ അതർസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയായിട്ട് ഹീറോയിൻ അതെ ബേബീസിനെ നോക്കുന്ന ഒരു മമ്മി മാതിരി അതെ പാല് കൊടുക്കാനൊരു ജിമ്മിനിക്ക് ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അവൻ ആ ഡോക്ടറാണ് ജിൻ പറഞ്ഞു ഇവിടെ ഒരാളുണ്ടോ അവർക്കും കുട്ടികൾക്ക് കൊടുക്കാം പാല് എന്നാൽ ആ കുട്ടീനെ ജിൻ പറഞ്ഞ ഒരാൾ വെച്ച് കുട്ടി പാൽ കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് കുട്ടി വളർന്ന് വലുതായി. ഇപ്പോൾ കുട്ടിക്ക് 1 വയസ്സായി. അതെ, ഇപ്പോൾ കുട്ടിക്ക് 1 വയസ്സായി. ജിമ്മിൻ പറയാൻ തുടങ്ങി ഇപ്പോൾ വെയിറ്റ് വരാം ഡാഡി എന്ന് പറഞ്ഞ് അവിടുന്ന് പോയി. ജിമ്മിനെ കാണാതെ ബേബിക്ക് അറിയാമായിരുന്നു. ജിമ്മിൻ്റെ മമ്മി വേറെ ഇവനെ വെച്ചാൽ സാറില്ല പോടാ കോളേജ് മണ്ടാതെ ഇവിടെ ഇരുന്ന് ശരിയാണ്. ജിമ്മിനെ മറട്ടായിരുന്നു. നമുക്ക് ഹീറോയിനുണ്ട് നോക്കാം. ഹീറോയിൻ പേര് പൂജ. എടി പൂജ നിൽക്ക്, അമ്മ എനിക്ക് ലേറ്റായി. ഫുഡ് കഴിച്ച് പോവാം, കോളേജിൽ ലേറ്റായി. പോ മമ്മി ഞാൻ കോളേജിൽ പോവാം എന്ന് പറഞ്ഞ് നമ്മളെ കഥനാക്കി ഹീറോയിൻ കോളേജിൽ ഓടി പോയിരുന്നു. എന്താ ചെയ്ത് കാര്യം? ഇവള് കോളേജിൽ പഠിക്കാൻ പോകുന്നതാ ഇല്ലേ കറങ്ങാൻ പോകുന്നതാ എന്ന് ഹീറോയിൻ്റെ മമ്മിക്ക് ഒരു ഡൗട്ടായിരുന്നു. എന്താ ചെയ്ത് കാര്യമുണ്ട്? അങ്ങനെ ഹീറോയിൻ കോളേജിൽ ഓടിപ്പോയായിരുന്നു. അതായത് കോളേജിൽ ബോയ്സ് ഉള്ള ഹീറോയിനോട് സൈറ്റ് അടിക്കുക. വാവ്, പൂജ വന്നല്ലോ, കാണാൻ ക്യൂട്ടായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ജിമ്മിൻ. അതെ, ഹീറോയിന് സൈറ്റ് അടിക്കുകയായിരുന്നു. അതെ, ജിമ്മിൻ അതെ ഹീറോയിൻ്റെ കോളേജിൽ പ്രൊഫസറായിട്ട് പുതിയതായി ജോയിൻ ചെയ്തതായിരുന്നു. ജിമ്മിന് പറഞ്ഞു വേറെ കോളേജ് പഠിച്ചത് അത് ആ കോളേജിൽ പറഞ്ഞാൽ നിറയെ ടോർച്ചറായിരുന്നു ജിമ്മിനൊക്കെ. ഇപ്പം അടുത്തൊരു കോളേജ് ഉണ്ടായിരുന്നു, പുതിയ കോളേജ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ആ കോളേജിലാണ് നമ്മൾ കഥനായിക പഠിക്കുക. അതേ കോളേജിലാണ് പുതിയ ക്ലാസ് സ്റ്റാർട്ടായി. ആ ക്ലാസ്സിലാണ് നമ്മൾ ഹീറോയി പഠിക്കുക. എന്നിട്ട് നമ്മളെ ക്ലാസ്സിക്ക് സേർ വേറെ ആരാ എന്ന് പറഞ്ഞ് ജിമ്മിൻ നല്ല സ്റ്റൈലായിട്ട് വന്നായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് ജുള്ളു വിട്ടായി. ഇവളാരും സൈറ്റ് അടിക്കണം നോക്കുക ജിമ്മിനായിരുന്നു. ഹീറോയിൻ നോക്കി ഒറ്റ ഫ്ലാറ്റായിരുന്നു. കാണാൻ ഹാൻസമായിട്ടുണ്ടല്ലോ, ആരാ ഇവനെന്ന് പറഞ്ഞ ജിമ്മിൻ എൻട്രി. എൻ്റെ പേര് ജിമ്മിനാണെന്ന് പറഞ്ഞായിരുന്നു. ജിമ്മിൻ ഫസ്റ്റ് മാച്ച് ചെയ്ത് ക്ലാസ് എടുക്കുക പേര് പറയായിരുന്നു. അതിലൊരു ഗോൾ ഉണ്ടായിരുന്നു. ഗോൾ വെച്ചിട്ട് പറയായിരുന്നു മിനക്കിയാണ് ഹീറോയെ വിളിക്കാതെ ഗേൾ കേട്ടോ. സാർ നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞോ സാർ എന്ന് നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ആണ് ഒരു ഗോൾ കേട്ടോ. ജിമ്മിന് പറഞ്ഞു എനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ല എന്ന്. ഹീറോയ്ക്ക് സമ്മതമായി. കല്യാണം കഴിഞ്ഞാൽ ഹീറോയിനെ വീട് ചേഞ്ചായി. എനിക്ക് കല്യാണം കഴിഞ്ഞു ജിമ്മിന് പറഞ്ഞു. ഹീറോയിനെ വീട് ചേഞ്ചായി. സാർ ഞാൻ കല്യാണം കഴിഞ്ഞ് ബേബി ഉണ്ട് എന്ന് ജിമ്മിൻ പറഞ്ഞായിരുന്നു. ജിമ്മിനെ പറഞ്ഞു എനിക്ക് ബേബി ഉണ്ട്, കല്യാണം കഴിഞ്ഞു, നിങ്ങൾ പഠിച്ചോ എന്ന് ജിമ്മിൻ സ്മൈൽ ചെയ്ത് പറഞ്ഞേനെ. ഹീറോയിൻ്റെ വീട് ചേഞ്ചായി. സാർ നിങ്ങൾ വൈഫ് എവിടെ? അതെനിക്ക് പറയുമല്ലോ, ഞാൻ അത് കേൾക്കുക സീക്രട്ട് ഇല്ല, അത് നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് നല്ലത് ജിമ്മിൻ പറഞ്ഞു എവിടുന്ന് പോയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ വീട് ചേഞ്ചായി മച്ചി. ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നു. അനു പറയാൻ തുടങ്ങി. എന്താ മച്ചി നിൻ്റെ ഫ്രണ്ട് നീ ക്രഷ് പറയാനിരിക്കുമായിരുന്നു, നിനക്ക് ബൾബ് വീണോ കൂടി അങ്ങനെ എന്ത് പറയണം. ഹീറോയിൻ്റെ വീട് ചേഞ്ച് ആയിരുന്നു. കല്യാണം കഴിഞ്ഞോ? ഞാൻ കുറച്ചാന്ന് തിരിച്ചു പോയിരുന്നു. ഹീറോയിൻ വീട് ചേഞ്ച് ആയിരുന്നു. ജിമ്മിൻ ക്ലാസ് ഒരു ദിവസം ഇങ്ങനെ പോകാൻ തുടങ്ങി. ഹീറോയിൻ ജിമ്മിനെ സൈറ്റ് അടിക്കുക. ജിമ്മിനിക്ക് മനസ്സിലായിരുന്നു ഇവൾ സൈറ്റ് അടിക്കുന്ന കാര്യം. ജിമ്മിന് കണ്ടുകാതെ ഇരുന്നായിരുന്നു. ഹീറോയിൻ ക്ലാസ് ഇങ്ങനെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഒരു ദിവസം ഹീറോയിൻ ലേറ്റായിരുന്നു. ഹീറോയിൻ്റെ വീട്ടിൽ പറഞ്ഞ ഒരു ഫങ്ഷൻ, ഹീറോയിൻ്റെ ആൻറ്റീൻ്റെ മോൾക്ക് ഫങ്ഷനായിരുന്നു. അതെ, ആൻറ്റീൻ്റെ മോൾക്ക് പറഞ്ഞ ഹീറോയിൻ്റെ മമ്മീൻ്റെ ആൻറ്റി, ഹീറോയിൻ്റെ ഫാമിലി ഫ്രണ്ട്സ് നല്ല ആൻറ്റി, അവരുടെ മോൾക്ക് മാരേജ് ആയിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ കുറച്ച് ലേറ്റായിരുന്നു. മാരേജ് ഫങ്ഷൻ ആയിരുന്നു.
ഹീറോയിൻ വരുമ്പോൾ ലേറ്റായി രാത്രിയായിരുന്നു, അങ്ങനെ ലേറ്റായിരുന്നു. ഇങ്ങനെ വരുമ്പോൾ അതെ ഇങ്ങനെ ഫൈറ്റായിരുന്നു ജിമ്മിനിക്കും പിന്നെ ഒരാൾ വേറെ ഗ്രൂപ്പിലാണ് ഫൈറ്റായിരുന്നു. അങ്ങനെ ജിമ്മിനിക്ക് ഇങ്ങനെ തല്ലാക്കിയിട്ട് വരുമ്പോൾ ഹീറോയിൻ ഇങ്ങനെയായിട്ട് കാറിലായിരുന്നു. ഹീറോയിൻ കാറിൽ അങ്ങനെയായിട്ട് ഇങ്ങനെ കാറിൽ ഡ്രൈവിങ് ചെയ്ത് വരുമ്പോൾ ഹീറോയിൻ പറഞ്ഞ ജിമ്മിനുണ്ടായിരുന്നു. ഹീറോയിൻ്റെ വീട്ടിൽ ആരുമില്ലായിരുന്നു. ഹീറോയിൻ വീട്ടിൽ ഡ്രൈവിങ് ചെയ്യാൻ പോയിരുന്നു. ഹീറോയിൻ്റെ അമ്മ പറഞ്ഞു ഞാൻ വരില്ല. അങ്ങനെ അവർ വേറെ കാറിൽ അവർ പോയിരുന്നു. ഹീറോയിൻ പറഞ്ഞു പക്ഷേ ഇവർ വീണ്ടും വെറുതെ പോയിരുന്നു. ഹീറോയിൻ ഡ്രൈവിങ് ചെയ്തിരുന്നു. അങ്ങനെ ഒരാളെ കാറിൽ വീണായിരുന്നു. അയ്യോ അയ്യോ ഞാൻ ആരെ കുത്തി കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന ജിമ്മിനായിരുന്നു. സാർ നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞു ജിമ്മിനായിരുന്നു. ഓ പൂജ നീയാണോ സാർ എന്ത് പറ്റി വാ ഹോസ്പിറ്റലിലേക്ക് വാ. വേണ്ട ഹോസ്പിറ്റലിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞു. ജിമ്മിനെ കണ്ട ഹീറോയിനൊക്കെ എന്ത് പറ്റി സാർ ഇപ്പോൾ സാർ നിങ്ങൾ വീട് എവിടെ പറയും ജിമ്മിന് പറഞ്ഞു. ഇപ്പം ജിമ്മിനോടെന്ന് പറഞ്ഞു ഇപ്പം എന്താ ചെയ്യാം ജിമ്മിന് മയങ്ങി വീണു ഇതിപ്പോൾ എന്ത് ഹീറോയിൻ ഹീറോയിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ജിമ്മിന് ഇപ്പം എന്താ ചെയ്യുന്നത് ഹീറോയിൻ വീട് ചേഞ്ച് ആയിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് രണ്ടുപേരും ഇങ്ങനെ പാട്ട് പാടിയും പറഞ്ഞു സ്റ്റോപ്പ് ആയിരുന്നു. മച്ചി വാടി എന്ന് പറഞ്ഞാൽ എന്ത് പറ്റിടി പ്ലീസ് ഡി. അങ്ങനെ അവർ കാറിൽ ഇറങ്ങി. ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ വീട് കുറച്ച് അപ്പുറമാണ്. അവർ ഇറങ്ങി വാ പിടിച്ചിടി അങ്ങനെ പറഞ്ഞു ബ്ലഡ് വരാം. അതിലൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു അയ്യോ മച്ചി എന്തടി പറ്റി ഇല്ലടി ഇപ്പം ഇതിനേൽച്ചെടി എന്ന് പറഞ്ഞു. ഹീറോയിൻ പറഞ്ഞു ശരിടി. ഹീറോയുടെ ഫ്രണ്ട് പറഞ്ഞു മച്ചി ഇപ്പം ഞാൻ ശരിയാക്കാം. അതിലൊരു ഫ്രണ്ട് പറഞ്ഞു ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ കോൾ ചെയ്തതിന് വന്നായിരുന്നു. ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. ഇതെല്ലാം ശരിയാക്കി. ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു ഞാൻ ഡോക്ടറായി പോയി പ്രശ്നമൊന്നുമില്ല സാരില്ല എന്ന്. ജിമ്മിനെ കൊണ്ട് അവർക്ക് കുറച്ച് ഷോക്കായിരുന്നു. ശരി ഓക്കെ അവർക്ക് ജിമ്മിന് നന്നായിട്ട് അറിയും. ശരി ഓക്കെ ഈ കാര്യം ആരോട് പറയണ്ടായിരുന്നു അവർ പോയായിരുന്നു. അങ്ങനെ ഒരാൾക്ക് പോയിട്ട് ഫോൺ ചെയ്ത് പറഞ്ഞായിരുന്നു. ജങ്കുക്ക് ഷോക്കായിരുന്നു. എടാ മച്ചാ ജങ്കുക്ക് ഓടെ ഉള്ളത് എന്ന് പറഞ്ഞായിരുന്നു. ജങ്കുക്ക് കോൾ ചെയ്ത് നിങ്ങൾ ഡ്രൈവിങ് ചെയ്യാൻ പറയായിരുന്നു. ജിമ്മിന് കണ്ണു തുറന്നായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സെല്ലാം പറഞ്ഞു സാർ ഇപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അല്ലേ പ്രശ്നമില്ല ഇതെവിടെ സാർ ഇതെൻ്റെ വീടാന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിനെ നോക്കായിരുന്നു. ഹീറോയിനെ നോക്കാൻ ജിമ്മിനിക്ക് ഒരുമാതിരി ഫീലിംഗ് വേണമായിരുന്നു. ചേച്ചാ അതൊന്നും സെറ്റാല്ല ഇവിടെ കുട്ടിയാ എന്ന് പറഞ്ഞ് ജിമ്മിന് കണ്ട് കഥയിരുന്നതിന് വെള്ളം അടച്ചായിരുന്നു. ജങ്കുക്ക് ഓടി വന്നായിരുന്നു. ജമീൻ പറഞ്ഞു ഓടി വന്നു ജങ്കുക്ക് നിനക്കെങ്ങനെയാടാ അറിഞ്ഞാടാ എന്ന് ജങ്കുക്ക്